പണം കൊടുത്ത് വിജയിക്കാനാകില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന പാലക്കാടുകാർ തെളിയിച്ച ഒരു വിജയമായിരുന്നു ഈ വിജയം. അരിയാഹാരം കഴിക്കുന്ന മലയാളി എന്ന പ്രയോഗം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മലയാളിയെ ഇത്രയധികം അരി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമായ പാലക്കാടുള്ള നെല്ല് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് ശ്രീ വി ടി ബൽറാമും സുമേഷും ഒക്കെ സംസാരിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ സമയത്തെ അപഹരിക്കുന്നില്ല. എങ്കിലും ഈ ബജറ്റിൽ സാറേ, ഈ നെല്ല് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സീസണൽ പ്രശ്നമല്ലാതെ ഒരു ശാശ്വത പരിഹാരം കാണുമെന്നൊരു വാക്കുണ്ടായിരുന്നു എന്നത് പാലക്കാടുള്ള ആളുകളെല്ലാം ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അത് വലിയ സന്തോഷം. ഒപ്പം കലാമേഖലയിൽ നിന്നും വന്ന ഒരാളെന്ന നിലയിൽ ചലച്ചിത്ര മേഖലയ്ക്ക് വ്യവസായ സ്ഥാനം, ടൂറിസത്തിനും ചലച്ചിത്രത്തിന് നൽകിയ വ്യവസായമായി പ്രഖ്യാപിച്ചതും അതിന് തന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ സമയം നന്ദി പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ബഡ്ജറ്റിനെ കുറിച്ച് ഉള്ള അവലോകനമാണ്. ബഡ്ജറ്റിനെ കുറിച്ച് ഇനിയും നമ്മുടെ തന്നെ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബഡ്ജറ്റാണ്. അതിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. വേണമെങ്കിൽ ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ഏറ്റവും കാര്യമായി തിങ്ക് ടാങ്ക്, ജെൻസി പോലെയുള്ള ഒരുപാട് വാക്കുകൾ, മുൻപ് ബജറ്റുകളിൽ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ കേട്ട ഒരു ബജറ്റാകുക കൊണ്ട് തന്നെ ഇത് കാലത്തിനൊപ്പം നിൽക്കുകയും കാലത്തിന് മുന്നേ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബജറ്റാണ്. ഈ ബജറ്റിനെ ഞാനും ഏറ്റവും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു.